ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കാം. ഗാർലിക് ചിക്കനാണ്. വളരെ രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചിക്കൻ കറി ഒരുപാട് ഇഷ്ടമാണ് മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് നോമ്പ് തുറക്കുമ്പോൾ എന്നും ചിക്കൻ കറി വേണം. അത് എന്നും ഒരുപോലെ ചിക്കൻ കറി വെച്ചാൽ അവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. ഇന്ന് ഗാർലിക് ചിക്കനാണ്. വളരെ ടേസ്റ്റിയായ ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കനിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചതച്ച മുളക്, 1 സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ ഗാർലിക് ചിക്കൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കാശ്മീരി മുളക് പൊടി ഇട്ടാൽ ഒരു നല്ല കളറൊക്കെ കിട്ടും. അതില്ലെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇട്ടാലും മതി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് 2 സ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ 2 സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും കൂടെ ചേർത്ത് ഈ ചിക്കനിൽ ഇതെല്ലാം അരപ്പ് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി എല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച്, ഇല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ മസാലയെല്ലാം നല്ലതുപോലെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ചിക്കൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നും ഒരുപോലെ ചിക്കൻ കറി തന്നെ വെച്ചാൽ എല്ലാവർക്കും ഒരു മടുപ്പാണ്. പക്ഷേ വെറൈറ്റി ആയിട്ടൊക്കെ ചിക്കൻ വെച്ച് നമുക്ക് പല രീതിയിലും തയ്യാറാക്കാം. ഇത് നല്ല ടേസ്റ്റിയായ, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇഫ്താറിന് ഒപ്പം പത്തിരി ആയാലും പാലടയായാലും ഇടിയപ്പാലും എന്തിനൊപ്പമായാലും ചപ്പാത്തിക്കൊപ്പമായാലും കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റിയായ വളരെ രുചികരമായ ഒരു കറിയാണ് ഗാർലിക് ചിക്കൻ. ഇതിൽ വലിയ കറിയായിട്ടൊന്നുമില്ല, നമ്മൾ പുരട്ടിയ പോലെയാണ് ഇത് വെച്ചേക്കുന്നത്. പക്ഷേ ചിക്കൻ നല്ല ടേസ്റ്റാണ്. ഇനി ഈ ചിക്കനെല്ലാം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല അങ്ങ് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലും നല്ലൊരു സോഫ്റ്റാണ്. അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നാരങ്ങ നീര് ഒഴിച്ചെടുത്താൽ ആ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു സോഫ്റ്റായിരിക്കും. അപ്പോൾ ഈ ചിക്കനൊക്കെ നമുക്ക് എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ആയി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അതിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു 2-3 സവാള കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. വളരെ രുചികരമാണ്, എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഗാർലിക് ചിക്കൻ. ഇതുപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. സവാള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി സവാള കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എളുപ്പത്തിൽ പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. എപ്പോഴും സവാളാക്കിയിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വഴന്ന് വരും. നമുക്കും അതുപോലെ ചെയ്യാം. അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് സവാള വഴറ്റിയെടുക്കാം നല്ലതുപോലെ. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സവാള വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്കൊരു 3 പച്ചമുളക്, ചതയ്ക്കൊന്നും വേണ്ട, ഈ 3 പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് അല്പനേരം അടച്ച് വയ്ക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് അതിൻ്റെ പൊടികൾ ചേർത്ത് ഒന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ മസാലകളെല്ലാം പുരട്ടിയാണ് ഫ്രൈ ചെയ്തത്. എന്നാലും ഇതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഈ മസാല എല്ലാം ഈ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം.
കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 സ്പൂൺ ചേർത്തത്. നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴും മസാല പുരട്ടിയിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലക്സ് കൂടി ചതച്ച മുളക് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി എല്ലാ പൊടികളും ചേർത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കണം. ഗാർലിക് ചിക്കൻ ആയതുകൊണ്ട് നമ്മളിതിൽ അങ്ങനെ കറി പോലെ ഗ്രേവി ആയിട്ടൊന്നും വലുതായിട്ടില്ല. എന്നാലും ഇത് നമുക്ക് ഏത് പലഹാരത്തിനോടൊപ്പമായാലും കഴിക്കാൻ വലിയ നല്ല ടേസ്റ്റിയാണ്. ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും സോയാ സോസുമാണ്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഒരു 2 സ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഗാർലിക് ചിക്കൻ കറിക്ക്. ഈ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. രണ്ട് സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കനിലെല്ലാം അത് നല്ലതുപോലെ എല്ലാ മസാലക്കൂട്ടും ഒരുപോലെ പിടിക്കുന്നതിന് വേണ്ടി എല്ലാം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സോസൊക്കെ ഒഴിച്ചപ്പോൾ ആ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ മല്ലിയില കൂടി വിതറി മല്ലിയില കൂടി ഇളക്കി ഒന്ന് അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഗാർലിക് ചിക്കൻ ഇവിടെ തയ്യാറായി. വളരെ രുചികരമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയായ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഗാർലിക് ചിക്കൻ.